ഇന്ന് ദോശമാവും ഇഡ്ഡലിമാവും ഒന്നുമില്ല കേട്ടോ, അരി വെള്ളത്തിലിട്ടിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റവ ഉപ്പുമാവാക്കാന്ന് വിചാരിച്ച് റവ ഞാൻ വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ചെറിയ തീയിലിട്ടിട്ട് അങ്ങനെ വെച്ചതാട്ടോ. ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി, അങ്ങനെ റവ വറവായിക്കോളും. പിന്നെ അപ്പുറത്തെ അടുപ്പത്ത് അരിയൊക്കെ ഇട്ടീനി കേട്ടോ. കുറച്ച് നേരത്തെ തന്നെ ചോറ് അടുപ്പത്തിട്ടിട്ടുണ്ടേനി ഞാൻ. അപ്പോൾ ചോറ് ഇതാ വെന്തിട്ടുണ്ട്. ചോറ് വേഗം വാർത്ത് വെച്ചു. ചോറൊരു 7:15 ആകുമ്പോഴത്തേന് റെഡി ആവണം കേട്ടോ. ചിഞ്ചുമോൾക്ക് 7:30ക്കാണ് ബസ്. അപ്പോൾ 7:15 ആകുമ്പോഴത്തേന് വേണം ചോറ്. അപ്പോൾ അങ്ങനെ ചോറൊക്കെ റെഡിയാക്കി എടുത്തു. പിന്നെ ഇതാ ഞാൻ റവ ഉപ്പുമാവ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, എങ്ങനെയും മക്കളെ വയറ്റിലേക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ വേഗം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച്, നമ്മൾ റവ വറുത്ത ചട്ടി ഉണ്ടല്ലോ, ആ ചട്ടി തന്നെ കേട്ടോ അടുപ്പത്ത് വെച്ചത്. അങ്ങനെ റവ ഉപ്പുമാവൊക്കെ വേഗം റെഡിയാക്കി എടുത്തു. പിന്നെ ഇതാ ചീര ഉണ്ടായിന്, അപ്പോൾ ചീര ഉപ്പേരി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ റവ ഉപ്പുമാവ് പറ്റാത്ത ആളിതാ അവിടെ ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്ത് കഴിക്കുന്നുണ്ട്. നമ്മൾ വീട്ടിൽ ഫുഡ് കഴിക്കാൻ ഏറ്റവും മടിയുള്ള ഒരാളാണ് കേട്ടോ മഞ്ജുമോള്. ഓളാണ് ഇപ്പോൾ ആ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കഴിക്കുന്നത്. അപ്പോൾ റവ ഉപ്പുമാവ് വേണ്ടാന്ന് പറഞ്ഞതാണ് കേട്ടോ. വെജിറ്റബിൾസ് ഇട്ടതുകൊണ്ടാണ് ഒന്നാമത്, അല്ലെങ്കിൽ പിന്നെ കുറച്ചതിലൊക്കെ കഴിച്ചിനി. പിന്നെ ഞാൻ വേഗം ചീര ഉപ്പേരി ഉണ്ടാക്കി. ചീര അത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ചീരയാണ് കേട്ടോ, നമ്മളെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചീൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയതേന്. അങ്ങനെ ചോറ് ചോറ് ഞാൻ പാത്രത്തിലാക്കി കൊടുത്തു. പിന്നെ ഒരു മുട്ട പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മഞ്ജുമോൾക്കുള്ളതാണ് കേട്ടോ. മഞ്ജുമോൾക്ക് മുട്ട പൊരിച്ചാൽ അതിൽ ഉള്ളിയൊന്നും ഇടാൻ പാടില്ല, വെറും മുട്ട ഉപ്പിട്ടാണ്ട് അങ്ങനെ പൊരിച്ചെടുക്കാം. അങ്ങനെ മുട്ട പൊരിച്ചതും ചീരപ്പേരിയൊക്കെ ആക്കി ഓൾക്ക് ചോറൊക്കെ ആക്കി കൊടുത്തു. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. റവ ഉപ്പുമാവുക്ക് മീൻകറി ആയിട്ടേ ഞാൻ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ വേഗം മീൻകറി ഉണ്ടാക്കാമെന്ന് കരുതി. മീനാണെങ്കിൽ ആ കുഞ്ഞ മത്തിയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ വേഗം നന്നാക്കി കൊണ്ടുവന്നത്, ആ വേഗം മീൻകറി ഉണ്ടാക്കുന്നുണ്ട്. പുറത്തടുപ്പത്ത് വിറകടുപ്പിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. മൺചട്ടിയിലാവുമ്പം മീൻകറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ എനിക്കങ്ങനെ ഉപ്പുമാവുക്ക് മീൻകറി ഒന്നും വേണമെന്നൊന്നുമില്ല കേട്ടോ. പഴമോ അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. അങ്ങനെ കഴിക്കാനും ഇഷ്ടമാണ്. പക്ഷേ ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ വേഗം ഉണ്ടാക്കി കൊടുക്കണ്ടേ. അപ്പോൾ ഞാൻ വേഗം മീൻകറിയൊക്കെ സെറ്റാക്കി എടുത്തു. അങ്ങനെ മീൻകറി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഉപ്പുമാവും മീൻകറിയൊക്കെ വിളമ്പി കൊടുക്കട്ടോ കേട്ടോ. മീൻകറിക്ക് നമ്മൾ കുടംപുളിയൊക്കെ ഇട്ടാണ്ടല്ല ഉണ്ടാക്കുക. അപ്പോൾ ആ പുളി ഉപ്പുമാവുക്ക് എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ എന്തായാലും നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ആയി, മീൻകറി ആയി, അതേപോലെ തന്നെ റവ ഉപ്പുമാവും ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബാബുവിന് ഞാനിത് കൊടുത്തിട്ടോ. അപ്പോൾ നല്ല ഇഷ്ടത്തോട് കൂടിയിട്ട് തന്നെ നല്ല ആസ്വദിച്ച് കഴിച്ചു. അങ്ങനെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഫുഡ് അവർ ആസ്വദിച്ച് കഴിക്കുമ്പോൾ നമുക്കൊരു ഇഷ്ടമാണല്ലോ അല്ലേ. അപ്പോൾ മക്കൾ കഴിച്ചിട്ടില്ല കേട്ടോ. മക്കൾക്ക് ചപ്പാത്തി ഉണ്ടായിന് രാത്രിത്തെ, അപ്പോൾ ഒരിക്കത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ കുറേ പാത്രങ്ങൾ ഉണ്ടായിന് കഴുകാൻ. അങ്ങനെ വേഗം പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അതിൻ്റെ ഇടയിൽ കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ടായിന് ഫ്രിഡ്ജിൽ. വയസ്സായത് കേട്ടോ, കുറച്ച് ദിവസം മുന്നേ കൊണ്ടുവന്നതാണ്. ഇനിയിപ്പോൾ അതവിടെ വെച്ചാൽ കേടുവരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം ഒരു സാമ്പാറും ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ ചോറും കൂട്ടാനൊക്കെ രാവിലെ തന്നെ ആയതുകൊണ്ട് പിന്നെ അകടിച്ചു വാരി തുടക്കാനൊക്കെ ഉണ്ടായിന്, അതൊക്കെ അടിച്ചു വാരി തുടച്ചു. പിന്നെ കുറച്ച് തുണികളുണ്ടായിന് അലക്കാൻ, അതൊക്കെ അലക്കിയിട്ട് പിന്നെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നത് ആ ഫുഡൊക്കെ കഴിച്ചു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. താങ്ക്